പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. തൊണ്ണൂറ്റി എന്ന സംഖ്യയെ 9836 എന്ന സംഖ്യ കൊണ്ട് പെരുക്കിയാൽ എത്രയാ ഉത്തരം കിട്ടുക? 98,19,86,896. നാരായണത്ത് ക്ഷണം മറുപടി പറഞ്ഞു. ഒരു ഓലക്കഷ്ണത്തിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. വീട്ടിൽ പോയി പെരുക്കി നോക്കിക്കോളൂ കേട്ടോ തിരുമേനി. തിരുമേനിയുടെ കണക്കും ഞാൻ പറഞ്ഞ ഉത്തരവും ഈ ഓലയിൽ എഴുതിയിട്ടുണ്ട്. അപാരം, അപാരം. ശാന്തിക്കാരൻ നമ്പൂതിരി അത്ഭുതാദരങ്ങളോടെ പറഞ്ഞു. നാരായണത്തിന്റെ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. വെറുതെ ഒന്ന് പരീക്ഷിച്ചു എന്ന് മാത്രം. നാരായണത്തെ, മഹാരാജാവ് തിരുമനസിനെ ഒന്ന് ചെന്ന് കാണൂ. തന്റെ കഴിവ് പ്രദർശിപ്പിക്കൂ. സ്ഥാനവും സമ്മാനവും ലഭിക്കും, സംശയില്ല. ശാന്തിക്കാരൻ തിരുമേനി പറഞ്ഞു. നാരായണത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ ചിരിയുടെ അലകൾ കുളത്തിന്റെ അക്കരെ തട്ടി ഉടൻ തിരിച്ചു വന്നു. മാനത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചുയർന്നു കഴിഞ്ഞിരുന്നു. ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാറ്റിനൊത്ത് തീപ്പന്തത്തിന്റെ നാളം നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. നാരായണത്ത് ആ തീപ്പന്തത്തിലേക്ക് ഒരു നിമിഷം തുറിച്ചു നോക്കി. പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമായ പാക്കനാരെ എടുത്തു വളർത്തിയ കുടുംബം മുളവെട്ടാനും മുറമുണ്ടാക്കാനുമൊക്കെ അവനെ ശീലിപ്പിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കാട്ടിലേക്ക് പോയി അവൻ. വെയിലും മഴയും കാറ്റും കൊണ്ട് അവൻ കരുത്തനായി വളർന്നു. ആരോഗ്യമുള്ള ശരീരം, നല്ല കറുപ്പ് നിറം, ചുരുണ്ട് നീണ്ട തലമുടി. ഇവന്റെ മുടിക്ക് എന്തൊരു ചുരുളിച്ചയാണ്, അമ്മ പറഞ്ഞു. നല്ലോണേ നീളമുണ്ട്, അച്ഛൻ മകന്റെ നെറുകയിൽ ഉമ്മ വച്ചു. ചുരുളൻ മുടിക്ക് നീളം ഉണ്ടാവാൻ പാടില്ല, ഇവനൊന്നും സമ്പാദിക്കില്ലെന്ന് പറഞ്ഞു. എന്തിനാ പണം സമ്പാദിക്കണത് തേയി? കാര്യങ്ങൾ നടന്നാ പോരെ? മതിയോ? ചത്ത പശുവിൻ്റെ മാംസം മാത്രം തിന്നാൽ മതിയോ? ഒരു തുണ്ട് ഭൂമി വാങ്ങാൻ നമുക്ക് പറ്റുമോ? ഈ ചാളയ്ക്ക് 4 ചുമര് വയ്ക്കാൻ നമ്മക്കൊണ്ട് കഴിയോ? ആണൊരുത്തനായി പാക്കനാരല്ലേ നമുക്കുള്ളൂ. അവൻ കേമനായി വളരണം. എൻ്റെ പൂതി അതാണ്. അവൻ കേമനായിക്കോളും, കണിയാൻ പറഞ്ഞിട്ടുണ്ട്. കെണിയാൻ പറഞ്ഞു എന്നൊക്കെ നിന്ന് പുലമ്പാതെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയ്. ഇന്ന് അവൻ്റെ ആണ്ടുപിറന്നാളാണ്, എന്തെങ്കിലും വട്ടം കൂട്ടണ്ടേ? തേയി ചോദിച്ചു. അച്ഛൻ അമ്പരന്നു. തങ്ങളുടെ ഉണ്ണിക്ക് 12ാമത്തെ വയസ്സ് തികയുന്ന ദിവസമാണിന്ന്. എന്തു ചെയ്യും? 1 മണി അരി പോലും കുടിലിലില്ല. എന്തേ നീയിത് ഇന്നലെ പറയാഞ്ഞേ? നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. എന്താണൊരു വഴി? പിറന്നാളായിട്ട് അവന് വയറ് നിറച്ച് ചോറ് കൊടുക്കണം. കഴിയുമെങ്കിൽ ഒരു കൊച്ചു പാവുമുണ്ട് മേടിച്ചു കൊടുക്കണം. കഴുത്തിലിടാൻ ഒരു വട്ടച്ചരടും വാങ്ങണം. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.